ആദ്യത്തെ മാസം എനിക്ക് കിട്ടിയ വരുമാനമാണ്. അത് ഏത് മാസമായിരുന്നു? രണ്ടാമത്തെ മാസം നമുക്ക് വരുമാനം വന്നത് യൂട്യൂബിൽ നിന്ന്. പിന്നെ മൂന്നാമത്തെ മാസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇനി മക്കളുടെ പേര് പറഞ്ഞു കൊടുക്കില്ല, മക്കളുടെ പേര് പറഞ്ഞു കൊടുക്കുക. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് വരുമാനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. എൻ്റെ ഫാമിലിയിൽ തന്നെയും ഒത്തിരി പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് 4 മക്കളെയും വെച്ചിട്ട് ഈ യൂട്യൂബ് ചാനൽ ചെയ്തിട്ട് ആ നേരെ കുട്ടികളെ നോക്കിയിട്ട് സമാധാനത്തോടെ ഇരുന്നൂടെ, വെറുതെ എന്തെങ്കിലും കാര്യമുണ്ടോ, ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം ഈ മക്കളെ നോക്കുന്ന കാര്യം, നമ്മൾ വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ക്ലിനിക്ക് ഒന്നും തുടങ്ങുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. നമുക്ക് കിട്ടുന്ന ഈ കാശ് കിട്ടുന്നുണ്ടോ, എത്ര കിട്ടി, ആ കാശ് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അല്ലേക്കാ? അതെ, തീർച്ചയായിട്ടും. എത്ര പറയാനുള്ളൂ? തീർച്ചയായിട്ടും എന്ത് പറഞ്ഞാലും അപ്പ അതെ, തീർച്ചയായിട്ടും എന്തെങ്കിലും നിങ്ങൾ സംസാരിക്കില്ലെന്ന് എല്ലാവർക്കും കംപ്ലൈന്റ് ആണ്. എന്ത് യൂട്യൂബ് വരുമാനം കൊണ്ട് മെച്ചമുണ്ടോ ചോദിച്ചാൽ മെച്ചമുണ്ടില്ല പറയില്ല. പക്ഷെ വീഡിയോ ബുദ്ധിമുട്ടി എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ചോദിക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യങ്ങൾ. അതെ, എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ മക്കളെ വെച്ചൊന്ന് റെഡിയായി വീഡിയോ ഈ ഫോണിന്റെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും മതിയാവും. എന്നിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ റിസ്ക് എടുത്തിട്ട് ബുദ്ധിമുട്ടിയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ എന്തെങ്കിലും ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ഗുണം കിട്ടുന്നുണ്ടോ, അതാണ് അറിയേണ്ടത് അല്ലെ. ചുറ്റുന് കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവർക്കും സുഖല്ലേ ചോദിക്ക്. ചുച്ചൂടെ എന്താ ചെയ്യണ്? ചുച്ചു ക്യാഷിനായിട്ട് കഴിക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും നമുക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ. കറക്റ്റായിട്ട് ഓരോ മാസം എത്ര കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ചിലര് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് യൂട്യൂബിൽ പ്രശ്നമാകുന്നത്, അതൊന്നും വിഷയമില്ല. അതല്ല, യൂട്യൂബില് വിഷയമില്ല അല്ലെ. എന്തായാലും നമുക്ക് ടാക്സ് ഒക്കെ നമ്മൾ കെട്ടുന്ന ആൾക്കാരാണ്. അതല്ല മെയിനായിട്ട്. വേറെ കുറച്ച് പേര് പറയുന്നുണ്ട്, ചിലവര് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും വരുമാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ കാണില്ല. അമ്മയൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നിങ്ങൾക്കുള്ള കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയില് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഷോളിന്റെ കാര്യം പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ തന്ന ഷോളൊന്നും അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഷോളാണ്. ഇതിലൊരു കാര്യം നിങ്ങളുടെ ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ നിങ്ങൾ ഷോളൊക്കെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയും 300 രൂപ, ഇങ്ങനത്തെ ഒരു ഷോൾ എടുക്കുകയാണെങ്കിൽ 300 രൂപയാണ്. ഞാൻ തന്നെ കുറേ പ്രൊമോഷനൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇത് 160 രൂപയ്ക്ക് ഇവരിൽ നിന്നും വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും റീസെല് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള, ബിസിനസ് ആയിട്ട് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഇവരെ കോണ്ടാക്ട് ചെയ്യുക. എൻ്റെ ഒരു ഫ്രണ്ടാണ്. സോ ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഈ പറയുന്നത് അവർക്ക് അറിയില്ല കേട്ടോ, കോണ്ടാക്ട് ചെയ്യുക. അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് മാർഗം കൂടി ആക്കാനുള്ള ഒരു ചാൻസ്, മുത്തു പ്ലീസ്, ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് ഈ വീഡിയോ കാണുമ്പോഴേക്കും സർപ്രൈസ് ആയിട്ട് അവർക്ക് അറിയാം. അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, താഴെ വേണമെങ്കിൽ ഒന്ന് ഇടാം അല്ലേ? അപ്പൊ ഓക്കെ, ഇനി ബാക്കി ഇക്ക പറഞ്ഞു തുടങ്ങിക്കോ. അതായത് യൂട്യൂബ് വരുമാനം പറഞ്ഞാൽ, വരുമാനത്തിനേക്കാളും നമുക്ക് ഓരോ ഭാഗങ്ങൾ പോകുമ്പോഴുള്ള സ്നേഹം, സബ്സ്ക്രൈബറിന്റെ സ്നേഹം, അതാണ് വലുത്. ഞാൻ പല പ്രാവശ്യം നിർത്തണോ സ്ഥലം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിർത്തേണ്ട ആവശ്യമില്ല. കാരണം പല ഭാഗങ്ങളിൽ നമ്മൾ യൂട്യൂബ് മീറ്റിംഗിലാണെങ്കിൽ ശരി, പുറത്തൊക്കെ പോകുമ്പോൾ ശരി, ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ ഒരുപാട് ചോദിക്കാറുണ്ട്. സിലു ടോക്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അതൊക്കെ വളരെ സന്തോഷമാണ്, സുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, സിലുവിനെ കൊണ്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബമായി പോയി പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത് വീണ്ടും ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ നല്ല നല്ല വീഡിയോ ഇട്ടിട്ട് പോകാമെന്ന് ഞാൻ സെൽവാനെ കൊണ്ട് പറയുന്നത്. ഒരുപാട് പേര് ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും ഞാൻ നിർത്താന്ന് പറയുന്നത്. സത്യം പറഞ്ഞാല് പല സമയത്തും എനിക്കിതൊന്നും വേണ്ട, അതിനെ കൊണ്ട് ഓവർ പ്രഷർ എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങള് മനുഷ്യന്മാരല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മക്കളുടെ കാര്യം, പിന്നെ അതിന്റെ ഇടയിൽ കൂടെ വീടിന്റെ കാര്യങ്ങള്. ഇപ്പൊ ഞാൻ ക്യാമറ ഇങ്ങനെ തിരിച്ചു തന്നാണല്ലോ, മൊത്തം എല്ലാവരുടെയും തുണിയൊക്കെ വലിച്ചു വാരിയിട്ട് നമ്മൾ 2-3 ദിവസമായിട്ട് വീട്ടിലില്ലല്ലോ.
2-3 ദിവസമല്ല, കുറച്ച് ദിവസം ശരിക്കും വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഓരോ പരിപാടിക്ക് പോകണം. ഇപ്പൊ ഫാമിലിന്റെ പരിപാടിക്കാണെങ്കിലും ഒക്കെ പോകാം. പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഇതിൽ എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ ഇനിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഫാമിലി ആ ഒരു ബോണ്ടിങ്. അതായത് എനിക്ക് ഇപ്പൊ എന്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നടന്നാൽ ഒന്നും വിളിച്ച് ചോദിക്കാനോ അവരോട് പോലും സംസാരിക്കാനും പോലും പറ്റുന്നില്ല. അപ്പൊ അവർ വിചാരിക്കും ഇവളിപ്പോ നമ്മളോടൊന്നും വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. സത്യം എന്താ വെച്ചാൽ നമുക്ക് ഈ 24 മണിക്കൂർ തികയാത്തൊരവസ്ഥ എന്ന് വലിയ സംഭവമാക്കിയിട്ട് പറയല്ല കേട്ടോ. അപ്പോൾ കമന്റിന് റിപ്ലൈ ചെയ്യണം. ഇതിപ്പോ നമുക്കൊരു ഏണിങ്സ് കിട്ടുന്ന എല്ലാ ഒരു ബിസിനസ് എന്നുള്ള ഒരു ലെവലിലാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു വരുമാന മാർഗവും ആയി തീർന്നിരിക്കുകയാണ് അല്ലേക്കാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ആകെ ഡൗൺ ആയി പോകും ചാനൽ. നിങ്ങൾക്ക് ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടില്ല, പിന്നെ കാണില്ല. അപ്പോൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഡൗൺ ആകാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് പലർക്കും എന്താ പറയുക ടൈമിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പലർക്കും റിപ്ലൈ കൊടുക്കാനും അല്ലെങ്കിൽ അങ്ങനെ കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കാട്ടോ. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. എത്ര കിട്ടിയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഫസ്റ്റ് മാസം ഞാൻ പറഞ്ഞത് എനിക്ക് അതായത് $500 അല്ലെ. $500 എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ മാസം എനിക്ക് കിട്ടിയ വരുമാനമാണ്. അത് ഏത് മാസമായിരുന്നു? ഒരു 5-6 മാസം മുമ്പാണ്. അപ്പൊ എനിക്ക് $500 എന്ന് പറയുമ്പോൾ 39,800 രൂപ അങ്ങനെ എന്തോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ മാസം, അതിന്റെ അടുത്ത മാസം എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ കുറവായിട്ടോ. എത്ര ഡോളർ ആയിരുന്നു എന്നറിയോ? അപ്പൊ 360 അല്ല 280 അങ്ങനെ എന്തോ ഡോളർ, $210 അങ്ങനെ എന്തോ ആയിരുന്നു. 18,000 രൂപ രണ്ടാമത്തെ മാസം നമുക്ക് വരുമാനം വന്നത് യൂട്യൂബിൽ നിന്ന്. പിന്നെ മൂന്നാമത്തെ മാസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. 32,000 രൂപയായിരുന്നു മൂന്നാമത്തെ മാസം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ നാലാമത്തെ മാസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. 45,000 രൂപയായിരുന്നു ആ മാസത്തെ വരുമാനം. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ നല്ലൊരു എമൗണ്ട് ഒക്കെ കിട്ടുമെന്ന്. ഒരിക്കലും അല്ല. നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ കാണുന്നതിനനുസരിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷം ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാല് $40 ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ അത് ഫുള്ളായി കാണണം, വെറുതെ ഫുള്ളായി കണ്ടാൽ മാത്രമേ അത്രയും. ഞാൻ ഇടുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ മാത്രമേ 1,00,000 വ്യൂസിന് എനിക്ക് ഒരു $40 കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് മിക്കവാറും $20, $18 ഒക്കെ ഉണ്ടാവുള്ളൂ. $18 $1 എന്ന് പറയുമ്പോൾ 70 രൂപ കണക്കാക്കിയാൽ മതി കേട്ടോ. അപ്പൊ $18 ചെറിയൊരു എമൗണ്ട് ഒക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ഒരു അരമണിക്കൂർ വീഡിയോ ഒക്കെ ഇട്ടാലും മിക്കവാറും നിങ്ങളെല്ലാരും ഫുള്ളായിട്ട് കാണില്ല. അപ്പൊ എന്താവും, ആഡിൽ വരുന്ന ആഡ്സ് ഒന്നും കാണില്ല. പിന്നെ ആഡ്സ് വരുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും കുറെ ക്യാഷ് കിട്ടും. പിന്നെ ഇന്ത്യയിൽ നിന്നല്ലാണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ക്യാഷ് ഒക്കെ കിട്ടും. അങ്ങനെ ഇത് ഓരോ കാറ്റഗറി ആയിട്ട് നമുക്ക് ഇത്ര കിട്ടും, ഇത്രക്ക് ഇത്രയെന്നല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോ ഇത്ര ലക്ക് പോലെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ മനസ്സ് വെക്കുന്ന പോലെ ഉണ്ടാവും നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ടിന്. ഷെയർ ഒക്കെ ചെയ്യുക, പിന്നെ പുതിയ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊക്കെ കുറച്ച് നമുക്ക്. എന്റെ കാര്യത്തിൽ അതാണ് ഒത്തിരി ആൾക്കാര് ഇപ്പൊ ഭർത്താക്കന്മാര് കണ്ട ഭാര്യമാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, ഭാര്യമാര് കണ്ട ഭർത്താക്കന്മാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, ഉമ്മമാര് മക്കൾക്ക്. ഇന്നാള് മീറ്റപ്പിന് പോയപ്പോ ഒരു ഉമ്മ മോളോട് അയച്ചു കൊടുത്തിട്ട് ഇത് കാണ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരുപാട് ഷെയറും പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടൊക്കെ ഒരുപാട് എനിക്ക് താങ്ക്സ് പറയാനുണ്ട് അല്ലേക്കാ. തീർച്ചയായും നമ്മൾ ഇത്രത്തോളം വളർത്തിയത് എന്തായാലും നിങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ നിങ്ങളിപ്പോ ലൈക്ക് ചെയ്യുമ്പോൾ കാശ് കിട്ടുമോ എന്നുള്ളത് ചിലർക്കുള്ള ഡൗട്ടാണ്. ലൈക്ക് ചെയ്യുമ്പോൾ കാശ് കിട്ടുമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ നല്ലതാണെന്ന് യൂട്യൂബിന് തോന്നിയിട്ട് യൂട്യൂബ് കുറച്ച് ആൾക്കാരുടെ ഫോണിലേക്കും കൂടി നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കും. അതിനാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നത്. ഡിസ്ലൈക്ക് ചെയ്താലും അതെ, ഡിസ്ലൈക്ക് ചെയ്താലും എന്തോ സംഭവം ഉണ്ട് എന്ന് വിചാരിച്ചാൽ അതും നല്ലത് തന്നെയാണ് കേട്ടോ. ചിലർ വേഗം ചാടി കയറി വന്ന് ഡിസ്ലൈക്ക് ചെയ്യും. നമുക്കത് ഒരു കുഴപ്പമുണ്ടാക്കില്ല. ഫസ്റ്റ് തന്നെ എനിക്ക് എപ്പോഴും 2 ഡിസ്ലൈക്ക് വരാറുണ്ട്. അത് എനിക്കറിയാം ആരാന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഡിസ്ലൈക്സ്. ക്യാഷ് നമുക്ക് ഇപ്പൊ എനിക്ക് കിട്ടി ഈ ക്യാഷ് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഇക്ക പറയും. കാശ് അക്കൗണ്ട് സെല്ലാൻ്റെ ആണെങ്കിലും ഞാൻ ക്യാഷ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഈ യൂട്യൂബ് വരുമാനം പറഞ്ഞാൽ നമുക്ക് സൈഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അതിലാണ് മെയിൻ വരുമാനം. എനിക്ക് മെയിൻ ഇപ്പൊ യൂട്യൂബാണ് കേട്ടോ. എനിക്ക് ഇതിന് 10-1 ഭാഗം എന്ന് പറയാം സെല്ലാക്കിന്റെ വരുമാനം. എന്തായാലും വരുമാനമല്ലേ നമുക്ക് മെയിൻ പ്രധാനം. നമ്മൾ പല ഭാഗങ്ങളിലും പോകുമ്പോൾ
ആൾക്കാരുടെ സബ്സ്ക്രൈബറിന്റെ സ്നേഹം. അതെ, നമ്മുടെ ഒരു ഫാമിലിനെ പോലെ അവിടുത്തെ അവരുടെ ഫാമിലിയിലെ ഒരു കുട്ടീനെ പോലെ കണക്കാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നതും നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ സ്നേഹം കാണിക്കുന്നൊക്കെ കാണുമ്പോൾ അതൊക്കെയാണ് മെയിൻ. ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ വേണ്ട മതിയാക്കാൻ നിർത്താം, എന്തിനാ ഇത്രയും ടെൻഷനാണ്. ശരിക്കും നല്ല ടെൻഷനുള്ള പണിയാണ് കേട്ടോ. നിങ്ങൾക്ക് തോന്നും ഭയങ്കര ഈസി ആയിട്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇടുന്നു എന്നായിരിക്കും തോന്നുക. പക്ഷെ ഒത്തിരി ടെൻഷൻ ഉണ്ട്. ഒരു വീഡിയോ എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നോക്കണം, എടുത്തു കഴിഞ്ഞ് എഡിറ്റിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കണം, എഡിറ്റിങ് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ബാക്കിൽ വ്യൂസ് കൂടണം, അങ്ങനെ കുറേ പണികൾ. ടെൻഷൻ, സത്യം പറഞ്ഞ ടെൻഷനും ഒരുപാട് ക്ഷമ പഠിപ്പിച്ചു തരുന്ന ഒരു ഫീൽഡാണ് യൂട്യൂബ്. യൂട്യൂബിൽ നിന്നും എന്തൊക്കെ നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒത്തിരി നമ്മൾ ക്ഷമിക്കാൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ട്. ഇതിൽ ഞാൻ എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു. പിന്നെ ഏണിങ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏണിങ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും സ്ഥിരമായിരിക്കില്ല. എപ്പോൾ വേണമെങ്കിലും ഒന്നിച്ചാണ്ട് ഒന്നും ഇല്ലാതാവുന്ന അവസ്ഥ വരെ ഉണ്ടാവാം. സോ നിങ്ങളൊക്കെ വിചാരിച്ചാൽ നമുക്കിനി കൂടാനും അല്ലെങ്കിൽ കുറയാനും എല്ലാവരും ഒന്നും ഇല്ലാതാവാനും ഒക്കത്തിനും ചാൻസ് ഉണ്ട്. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാര്യം കേട്ടോ. അപ്പോൾ യൂട്യൂബ് തന്നെയാണ്. ഇതിന് മുമ്പാണെങ്കിൽ നമുക്ക് ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഒന്നിനും മുകളിൽ മക്കളെ വിട്ടിട്ട് എനിക്കിപ്പോൾ പുറത്ത് പോയി വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. ഇതിനു മുമ്പ് ഞാൻ ക്ലിനിക്ക് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രൈവസി നഷ്ടപ്പെടും എന്നൊരു കൊറോണ കാലമല്ലേ. അതുകൊണ്ട് വരുന്നവര് രോഗികളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിപ്പോ വേണോ വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കുട്ടികൾക്കുള്ള ആ ഒരു പ്രൈവസി, അവർക്ക് ഇത് വീടാണല്ലോ. അപ്പോൾ അവർക്ക് നോർമൽ സാധാ പോലെ എല്ലാം കൊണ്ടും ഫ്രീ ആയിട്ട് അവരെ വിടണം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ വീണ്ടും അതിങ്ങനെ ഒരു ആലോചനയിൽ ഇരിക്കുന്നത്. ആൾക്കാർ വിളിക്കാറുണ്ട് ഓരോ അസുഖങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ ക്ലിനിക്ക് തുറക്കുന്നുണ്ടോ ഒക്കെ ചോദിച്ചിട്ട്. നേരത്തെ തുറന്നാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഇല്ല, ഈ കൊറോണ കാലമായിട്ട് അത് നിർത്തി വെച്ചിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നോക്കാം, ഇനി സമയമുണ്ടല്ലോ, കാരണം അത് സേവനം കൂടിയാണല്ലോ അതും. അതെ, അത് നമ്മൾ പാടെ നിർത്തി വെക്കണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും ചെയ്യണം. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ചെയ്തു കൊടുത്തിട്ട് അവർക്കൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ അതിൽ പരം പ്രാർത്ഥനയും അല്ലെങ്കിൽ സന്തോഷം കിട്ടാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ എങ്ങനത്തെ വീഡിയോസ് ഇടണം, ഏതൊക്കെ വിഷയം നിങ്ങൾക്ക് താല്പര്യം, കാരണം നിങ്ങളാണല്ലോ കാണുന്ന ആൾക്കാർ. എനിക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ, നിങ്ങൾക്ക് തൃപ്തിയാകുന്ന പോലെയുള്ള വിഷയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതേപോലത്തെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളും പിന്നെ അല്ലെങ്കിൽ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കും. തീർച്ചയായും അല്ലേ. പിന്നെ നമ്മൾ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ചെയ്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മൊബൈൽ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ നിങ്ങൾ തന്ന കാശ് കൊണ്ട് വാങ്ങിച്ചത് തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ ചാരിറ്റികളൊക്കെ ചെയ്യാറുണ്ട്, അതൊക്കെ യൂട്യൂബ്. അതെന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് മൊത്തം അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ മെയിൻ എന്ന് പറയുമ്പോൾ നമുക്കുള്ള ബാധ്യത, പെട്ടെന്ന് എങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാല് കടകൾ വെച്ചിട്ട് മരിച്ചു പോകരുതല്ലോ. അപ്പൊ അതെങ്ങനെയും എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടും മാറ്റി വെക്കുന്നുണ്ട് അല്ലേ. പിന്നെ എന്റെ ഡ്രസ്സുകളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാനിടുന്ന മിക്ക ഡ്രസ്സും ഒരു 3 കൊല്ലം മുമ്പത്തെ അല്ലേ, 3 അല്ലെങ്കിൽ 4 കൊല്ലം മുമ്പത്തെ ഡ്രസ്സുകളാണ്. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഒരു വൈറ്റ് ഡ്രസ് ഉണ്ടല്ലോ, ഇതൊരു 5 കൊല്ലം ഫാമി എടുത്തതാണ്. ഇതൊരു 5 കൊല്ലം മുമ്പത്തെ ഡ്രസ്സാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ഡ്രസ്സുകൾ എന്ന് പറയുമ്പോൾ അത് ഞാൻ എടുക്കുകയാണെങ്കിലും എനിക്ക് പ്രൊമോഷന് കിട്ടുകയാണെങ്കിലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്, കാണിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ. ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. ഞാനിപ്പോ എടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ 1 മണി. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് ആണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, നമ്മുടെ ഫാമിലി ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക, മറക്കണ്ട പ്രത്യേകിച്ച്. വീഡിയോ വന്നാൽ മാക്സിമം അപ്പൊ തന്നെ കാണാൻ നോക്കുക, എങ്കിൽ മാത്രമേ നമുക്കൊരു ഗുണം കിട്ടുള്ളൂ. പിന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നാലും നമുക്ക് ഗുണം കിട്ടും. അതെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഇപ്പൊ ഇതിന്റെ താഴെ തന്നെ ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ഒരു 2 പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ എൻ്റെ വീഡിയോസ് ഒരുപാട് പേരിലേക്ക് എത്താനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ പിന്നെ ഇതിൽ ഈ വീഡിയോയിൽ പറയാം, ഒത്തിരി പേര് വീണ്ടും പുതിയ ആൾക്കാർ നമ്മുടെ ചാനലിലോട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ നമ്മുടെ മക്കളുടെ പേരൊന്നും അറിയില്ല. അപ്പൊ പേര് ചോദിക്കുന്നുണ്ട്. ഈ ഓരോ കമന്റിനും നമുക്ക് പേര് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് പറയാണ്, മൂത്ത മോള് റനാത്ത് ഹനാൻ, ഇക്കയുടെ പേര് ഫസ്റ്റ് പറയാം, ഇക്ക അബ്ദുൽ ഗഫൂർ, എൻ്റെ പേര് സൽഹ എന്നാണ് എൻ്റെ പേര് കേട്ടോ. സിലു എന്നുള്ളത് ഇക്ക വിളിക്കുന്നതാണ്. ഇനി മക്കളുടെ പേര് പറഞ്ഞു കൊടുക്കുന്നത്.
പറഞ്ഞോ നീ? മക്കളുടെ പേര് പറഞ്ഞു. റനാത്ത് ഹൈനാൻ, പിന്നെ ഹാദി അയാൻ രണ്ടാമത്തെ, മൂന്നാമത്തെ എന്താണ് ചിരിക്കണേ? ചിച്ചു നിന്റെ പേര് പറയുവാ. ഇക്ക പറയട്ടെ, കുട്ടികളുടെ പേര് ഇക്ക പറയട്ടെ. പറഞ്ഞ ചിച്ചു വാ, ചിച്ചുന്റെ പേര് പറയണ. ഓടി വാ. ആലോചിക്കാനുള്ള സമയമാണ് കേട്ടോ. കുട്ടിയുടെ പേര് പറഞ്ഞു കൊടുക്ക് ചിച്ചുമാ, പറഞ്ഞു കൊടുക്ക്. ഐറിൻ എമി ഷൈസൻ. ഇക്ക ഇത്ര നേരം ആലോചിച്ചിട്ട് അവസാനം പറയാ. ഐറിൻ എമി ഷൈസൻ. നാലാമത്തെ ആളുടെ പേര് ഇക്ക പറയും. ഐസൻ. നാലാമത്തെ ഫുൾ നെയിം ഐസൻ ഷീസ്. മുഹമ്മദ് ഹെയ്സൻ ഷീസ് എന്നാണ് കേട്ടോ. ഐസൻ എന്ന് പറയാൻ കാരണം ഫസ്റ്റ് നമ്മൾ ഐസൻ എന്നാ വിചാരിച്ചത്, അതുകൊണ്ടാണ്. മുഹമ്മദ് ഹെയ്സൻ ഷീസ്, ഇതാണ് മക്കളുടെ പേര്. മീനിങ്സ് പെട്ടെന്ന് ചോദിക്കേണ്ടത് ഞാൻ മറന്നുപോയി നല്ല പെട്ടെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഒരു വീഡിയോയിൽ നമുക്ക് അതൊക്കെ ചർച്ച ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. എന്ത് പറഞ്ഞാലും അപ്പൊ ഒരു തീർച്ചയായിട്ടും അല്ല വേറെ ഒന്നും സംസാരിക്കും അപ്പൊ തീർച്ചയായിട്ടും പറയാം. എന്നാലും ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഒട്ടും സപ്പോർട്ട് ഇല്ലാതിരുന്ന ഇക്കാനെ എങ്ങനെ ഇങ്ങനെ മാറ്റിയെടുത്ത്. എങ്ങനെ ഞാൻ മാറ്റിയെടുത്ത് പെട്ടെന്ന് ചോദിച്ചാൽ പറയില്ല. ഒരു കമന്റ് ആയിരുന്നു മുമ്പ് ഇതുപോലെ കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ, എങ്ങനെ നിങ്ങൾ ഇക്കാനെ എങ്ങനെ മാറ്റിയെടുത്ത് എന്നുള്ളത്. അപ്പൊ അതിൽ പറയാൻ പറഞ്ഞ സാധാരണ നമ്മള് നനഞ്ഞ് പറഞ്ഞാൽ കുളിച്ച് കയറില്ലേ? അപ്പൊ ഏതായാലും ഇപ്പൊ നനഞ്ഞ്, അപ്പൊ ഇനി ശരിക്കും അങ്ങോട്ട് കുളിച്ചിട്ട് കയറാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഗുണമൊന്നുമില്ലേ? ഗുണമുണ്ട്, ഇല്ല പറയില്ലല്ലോ. ഗുണമൊക്കെ ഉണ്ടല്ലോ, ഗുണമുണ്ട്. ഒരുപാട് ആൾക്കാരുടെ സ്നേഹം പല ഭാഗങ്ങളിൽ പോകുമ്പോഴുള്ളത്, അതൊക്കെ വളരെയധികം സന്തോഷം. എവിടെ പോയാലും ഒരാളെ നമുക്ക് കിട്ടും. എവിടെ പോയാലും ഒരാളെങ്കിലും അറിഞ്ഞുകൊണ്ട് വന്ന് സംസാരിക്കാതെ ദൂരെ നിന്നും നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതല്ലാതെ നേരിട്ട് വേഗം വന്ന് ഇന്നലെ ഒരു കുട്ടി വേഗം വന്ന് എന്റെ കൈ പിടിച്ചിട്ട്, പാലക്കാട് തന്നെ കുട്ടിയാണ് കേട്ടോ, യാക്കരയിലത്തെ കൈ പിടിച്ച് എനിക്ക് നമ്മള് ഡെയിലി വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് ഒരുപാട് കാലത്തെ പഴക്കമുള്ള പോലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ തോന്നുന്നു. ഞാൻ ഇമ്മാനോട് അതാ പറഞ്ഞിട്ട് വന്നത്, എൻ്റെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്, പോയി സംസാരിക്കട്ടെ പറഞ്ഞിട്ടാ വന്നത്. ഒരുപാട് സന്തോഷം തോന്നിയിട്ട് അങ്ങനെ പറയുമ്പോൾ എന്നൊരു വേറൊരാളായിട്ട് കാണാതെ വേഗം കൈയൊക്കെ വന്ന് പിടിച്ച് സംസാരിക്കുമ്പോൾ അതൊക്കെ അവരുടെ ഫാമിലി തന്നെ ഉള്ള ഒരാളായിട്ട് കാണുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഫീല്. യൂട്യൂബിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ ഈ ഒരു ഏണിങ്സിനേക്കാളും ഒരുപാട് സന്തോഷം തരുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു സ്നേഹവും പ്രാർത്ഥനയാണ്. ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ നിനക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും നമുക്ക് വേണ്ടത് എനിക്കും എൻ്റെ ഫാമിലിക്കും ഒക്കെ വേണ്ടി, എൻ്റെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ദുആ ചെയ്യുന്നുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. തുടർന്ന് നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് യൂട്യൂബിൽ നിലനിന്ന് പോകാനും പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ജീവിത സാഹചര്യം ഒക്കെ വെച്ച് നോക്കുമ്പോൾ യൂട്യൂബിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഈ ഒരു സ്നേഹം ഇതൊന്നും കിട്ടുന്നില്ല, നമ്മളങ്ങനെ ഡൗൺ ആയി പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തായാലും നിർത്തിയിട്ട് പോകും. അത് ഉറപ്പാണ്. എന്തായാലും അല്ലെങ്കിൽ ഇക്കാരോട് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് എന്നെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒക്കെ ആക്കിയ ചാനൽ പോയി കിട്ടും, ചാനൽ പൂട്ടി കിട്ടും. ഇങ്ങനെ നാട്ടിൽ സുത്തമ. അപ്പൊ എല്ലാവർക്കും ബൈ പറയും. ചിച്ചുന്റെ ഫ്രണ്ട്സിനോട് എല്ലാവർക്കും ഐ ലവ് യു പറയും. ഇത് വെൽക്കം അല്ല, ഇത് ബൈ ആണ് പറയുന്നത്. അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പൊ ഓക്കെ.